നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളം മണ്ഡലത്തിൽ ട്വിസ്റ്റ്. യുഡിഎഫിനായി സിഎംപി മത്സരിക്കുമെന്ന് സൂചന. തിരുവനന്തപുരം സെൻട്രലിന് പുറമെ കഴിഞ്ഞ തവണ മത്സരിച്ച നെന്മാറയ്ക്ക് പകരം കുന്നംകുളം കൂടി സിഎംപി നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് വിവരം. ഇതോടെ മണ്ഡലത്തിൽ യുഡിഎഫിനായി ഒരിക്കൽ കൂടി സിഎംപി രംഗത്തിറങ്ങിയേക്കും. പാചകവാതക ക്ഷാമം. പ്രതിസന്ധിയിലായി ഹോട്ടലുകൾ. സാധാരണക്കാരുടെ ആശ്രയമായ സുഭിക്ഷ ഹോട്ടലിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. തുച്ഛമായ തുകയ്ക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി സർക്കാർ ആരംഭിച്ച സുഭിക്ഷ ജനകീയ ഹോട്ടലുകൾ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഗുരുവായൂർ മമ്മിയൂരിൽ ടിപ്പർ ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ചൊവ്വല്ലൂർ കുറുവങ്ങാട്ടിൽ അമർനാഥനാണ് പരിക്കേറ്റത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് ലോറിയിൽ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് മിക്സ് വീണത്. ഈ സമയം കാറിനുള്ളിൽ ആളില്ലാതിരുന്നത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളം മണ്ഡലത്തിൽ ട്വിസ്റ്റ്. യുഡിഎഫിനായി സിഎംപി മത്സരിക്കുമെന്ന് സൂചന. തിരുവനന്തപുരം സെൻട്രലിന് പുറമെ കഴിഞ്ഞ തവണ മത്സരിച്ച നെന്മാറയ്ക്ക് പകരം കുന്നംകുളം കൂടി സിഎംപി നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് വിവരം. ഇതോടെ മണ്ഡലത്തിൽ യുഡിഎഫിനായി ഒരിക്കൽ കൂടി സിഎംപി രംഗത്തിറങ്ങിയേക്കും. സിഎംപി ജനറൽ സെക്രട്ടറി സി.പി. ജോൺ കോൺഗ്രസ് നേതൃത്വവുമായി നടത്തിയ ചർച്ചയിൽ കുന്നംകുളം സീറ്റ് ആവശ്യപ്പെട്ടതായാണ് ഒടുവിൽ വരുന്ന സൂചന. കഴിഞ്ഞ തവണ നെന്മാറ സീറ്റിൽ മാത്രമാണ് സിഎംപി മത്സരിച്ചിരുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇക്കുറി 2 സീറ്റ് നൽകുമെന്ന ഉറപ്പ് സിഎംപി നേതാക്കൾക്ക് നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് തിരുവനന്തപുരം സെൻട്രലിൽ ജനറൽ സെക്രട്ടറി സി.പി. ജോൺ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. 2ാം സീറ്റായി കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലമാണ് ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റായതിനാൽ വിട്ടുനൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനായില്ല. സിഎംപിയോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇക്കുറി നീതി ഉറപ്പാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പൊതുവേദിയിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതോടെയാണ് കഴിഞ്ഞ 2 തവണ സി.പി. ജോൺ മത്സരിച്ച കുന്നംകുളം ആവശ്യപ്പെട്ടത്. കുന്നംകുളം വിട്ടുനൽകാൻ കോൺഗ്രസ് നേതൃത്വം സമ്മതം അറിയിച്ചതായും സൂചനയുണ്ട്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ നെന്മാറയിൽ മത്സരിച്ച സി.എൻ. വിജയകൃഷ്ണൻ കുന്നംകുളത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥിയായേക്കും. സംസ്ഥാനത്തെ മികച്ച സഹകാരിയും എം.വി.ആർ. ക്യാൻസർ സെന്ററിന്റെയും കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെയും ചെയർമാനുമാണ് വിജയകൃഷ്ണൻ. ഗുരുവായൂർ മമ്മിയൂരിൽ ടിപ്പർ ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ചൊവ്വല്ലൂർ കുറുവങ്ങാട്ടിൽ അമർനാഥനാണ് പരിക്കേറ്റത്. മമ്മിയൂർ LF കോളേജിന് സമീപം രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ചാവക്കാട് ഭാഗത്തുനിന്ന് കോട്ടപ്പടിയിലേക്ക് റോഡ് പണിക്ക് ആവശ്യമായ കോൺക്രീറ്റ് മിക്സുമായി പോവുകയായിരുന്ന ടിപ്പറാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ ലോറി റോഡരികിലേക്ക് മാറ്റിയപ്പോൾ എഡ്ജിൽ തട്ടി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് ലോറിയിൽ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് മിക്സ് വീണത്. കാറിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. ഈ സമയം കാറിനുള്ളിൽ ആളില്ലാതിരുന്നത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് അധികൃതരും നാട്ടുകാരും ചേർന്ന് വാഹനം നീക്കം ചെയ്തു. പാചകവാതക ക്ഷാമം. പ്രതിസന്ധിയിലായി ഹോട്ടലുകൾ. സാധാരണക്കാരുടെ ആശ്രയമായ സുഭിക്ഷ ഹോട്ടലിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. തുച്ഛമായ തുകയ്ക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി സർക്കാർ ആരംഭിച്ച സുഭിക്ഷ ജനകീയ ഹോട്ടലുകൾ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. പാചകവാതക സിലിണ്ടറിന് അടിക്കടി വില വർദ്ധിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടെയാണ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷാമം രൂക്ഷമായിട്ടുള്ളത്. ഇതോടെയാണ് അധിക ലാഭമെടുക്കാതെ സാധാരണക്കാർക്ക് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷണം നൽകിവരുന്ന സുഭിക്ഷയടക്കമുള്ള ജനകീയ ഹോട്ടലുകളുടെ നിലനിൽപ്പ് പ്രതിസന്ധിയിലായത്. കുന്നംകുളം നഗരസഭാ കാര്യാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സുഭിക്ഷ ഹോട്ടലും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഉച്ചഭക്ഷണത്തിന് പുറമെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചായയും പലഹാരങ്ങളും വിപണനം നടത്തിയിരുന്ന സ്ഥാപനത്തിൽ വ്യാഴാഴ്ച മുതൽ ഉച്ചയൂണ് മാത്രമാണ് വിളമ്പുന്നത്. പാചകവാതകത്തിന്റെ കടുത്ത ക്ഷാമമാണ് ഈ സാഹചര്യത്തിലേക്ക് മാറുന്നതിന് കാരണമായതെന്ന് ജീവനക്കാർ പറയുന്നു. രാവിലത്തെ പ്രഭാത ഭക്ഷണം നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വന്നു. കുറേ പേര് ഇതിനെ ആശ്രയിച്ച് നിലനിന്ന് പോകുന്നതാണ്. മിതമായ നിരക്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അടക്കം മിതമായ നിരക്കിലാണ് കൊടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 500 പേര് ഇതിനെ രാവിലെ ആശ്രയിച്ച് കഴിയുന്നുണ്ട്. പ്രതിമാസം 70 കുറ്റി ഗ്യാസ് ഇവിടെ ഉപയോഗിച്ചു വരുന്നുണ്ട്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്യാസിന് ക്ഷാമം നേരിട്ടതോടെ ജീവനക്കാരുടെ ജോലിയെയും ബാധിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ 6 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന സുഭിക്ഷ ഹോട്ടൽ കോവിഡ് കാലഘട്ടത്തിൽ പോലും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടേണ്ടി വന്നിട്ടില്ലെന്നും സുഭിക്ഷ കോർഡിനേറ്റർ സി അനിത പറഞ്ഞു. 6 വർഷം കഴിഞ്ഞു ക്യാൻറ്റീൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ 6 വർഷത്തിൽ ഉണ്ടായ പ്രതിസന്ധികൾ 2-3 കോവിഡ് പ്രതിസന്ധികൾ ഞങ്ങളെ ബാധിച്ചു. എന്നിട്ട് പോലും
ക്യാൻറ്റീൻ പൂട്ടേണ്ടതായിട്ട് നമുക്ക് വന്നിട്ടില്ല. അതില് ഒട്ടുമിക്ക പേരും ഭക്ഷണമില്ലാതെ നമ്മൾ ഈ കുന്നംകുളത്ത് വിശന്നിരിക്കുമ്പോൾ അവർക്ക് ആശ്രയ കേന്ദ്രമായിട്ടുള്ള സ്ഥലമായിരുന്നു സുഭിക്ഷ ഹോട്ടല്. ഇനിയിപ്പോൾ പാചക പ്രതിസന്ധി കൂടിപ്പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇപ്പൊ മറ്റു ഹോട്ടലുകളിൽ പലയിടത്തും വില കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള അവസരത്തിൽ പോലും നമ്മൾ മിതമായ നിരക്കിൽ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം എന്നുള്ളത് കൊണ്ട് തന്നെ സുഭിക്ഷ ഹോട്ടലിനെ ആയിരിക്കും ഇനി കൂടുതൽ ആശ്രയിക്കുക. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. ഒരു മാസം ഞങ്ങൾക്ക് വേണ്ടത് 70 കുറ്റി സിലിണ്ടറുകളാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. അതാണ് പെട്ടെന്ന് സ്റ്റക്കായത്. ഇത്രയും നാളുകളായിട്ട് സിലിണ്ടറിലാണ്, ഈ ഗ്യാസിലാണ് നമ്മൾ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി വിറകിന്റെ ലഭ്യത എത്ര ഉണ്ടാവും എന്നറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് ബൾക്ക് കുക്കിംഗ് ആണ്. 100-700 പേർക്ക് തന്നെ ഉച്ചഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കിട്ടുന്ന വിറക് നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കൂടുതൽ രൂക്ഷമായി കഴിഞ്ഞാൽ ഈ വിറകിന്റെ ലഭ്യത എന്താവും എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പാചകവാതകത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെ വിറക് ഉപയോഗിച്ചാണ് ഇപ്പോൾ പാചകം നടത്തുന്നത്. വിറക് ഉപയോഗിച്ച് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന ആശങ്കയും ജീവനക്കാർക്കുണ്ട്. ഗ്യാസിന് ക്ഷാമം ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും ഹോട്ടലുകൾ പലതും പൂട്ടേണ്ട സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിന് പുറകിലുള്ള പറമ്പിൽ തീപിടുത്തം. 10 ഏക്കറോളം വരുന്ന കാടിനോട് ചേർന്നുള്ള പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു സംഭവം. തൃശൂരിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പൊന്തക്കാടുകളും പാഴ്മരങ്ങളും നിറഞ്ഞ പറമ്പാണ്. കുന്നംകുളത്ത് നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് OV ഷനോജ്, ഉണ്ണികൃഷ്ണൻ വടക്കേക്കര, സനൽ, സുധി എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പഠനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രബിത ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർ ആനി, PTA അംഗങ്ങളായ സ്നേഹ, പ്രവീണ, ശ്രുതി, നിഭേഷ് എന്നിവർ സംസാരിച്ചു. ഒരു വർഷക്കാലം കുട്ടികൾ ക്ലാസ് മുറികളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും സ്വായത്തമാക്കിയ ശേഷികളുടെ വിവിധങ്ങളായ പഠന മികവുകളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും പ്രദർശനങ്ങളും നടത്തി. കടവല്ലൂർ പഞ്ചായത്തിലെ 22 വാർഡുകളിൽ നിന്നുമായി 257 വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി സൈക്കിളുകൾ വിതരണം ചെയ്തു. BPL വിഭാഗത്തിൽ ഉൾപ്പെട്ട 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കാണ് ചാലിശ്ശേരി CSB ബാങ്കിന്റെ സഹകരണത്തോടെ ബാങ്കിന്റെ CSR ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവഴിച്ച് സൈക്കിളുകൾ നൽകിയത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സൈക്കിളുകളുടെ വിതരണോദ്ഘാടനം കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ M. ബാലാജി നിർവഹിച്ചു. പക്ഷെ അതിനെല്ലാം ചില പ്രയാസങ്ങൾ. ഇത് പത്രത്തിൽ വായിച്ച വാർത്തയാണെങ്കിൽ ഹോട്ടലുകൾ അവരുടെ പ്രവർത്തന സമയം കുറച്ചിരിക്കും. എന്താ കാരണം? ഗ്യാസ് കിട്ടാനില്ല, പാചകവാതം കിട്ടാനില്ല. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലും മറ്റ് ഒപ്പക് രാഷ്ട്രങ്ങളിലുമൊക്കെ എന്തെങ്കിലും നിലയ്ക്കുള്ള ചെറിയ കുഴപ്പമുണ്ടാകുമ്പോൾ ലോകമാകെ സമീപം. അത് ഇന്ധനത്തിന്റെ പ്രശ്നമാണ്. സൈക്കിളൊന്നും ഇന്ധനം ആവശ്യമില്ലാത്ത ഒരു യാത്രോപാധിയാണ് എന്നുള്ളത് കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് മുഖ്യാതിഥിയും പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ വിശിഷ്ടാതിഥിയുമായി. ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി തയ്യാറായ ഗ്രാമപഞ്ചായത്തിനെ അഭിനന്ദിക്കുകയാണ്. അതിനോടൊപ്പം തങ്ങൾക്ക് ലഭിക്കുന്ന CSR ഫണ്ട് വിവിധ മേഖലകളിൽ ഉപയോഗിക്കാം എന്നിരിക്കെ ഏറ്റവും ഗുണപ്രദമായ ഒരു പദ്ധതിക്ക് തയ്യാറായ ബാങ്കിന്റെ അധികൃതരെയും അഭിനന്ദിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ റോഡ് ടാറ് ചെയ്തത്, ആദ്യമായിട്ട് റോഡ് ടാറ് ചെയ്തത് ഈ കാറോ ഓട്ടോറിക്ഷയോ ബസ്സോ ഒക്കെ വന്നത് കൊണ്ടാണെന്ന് അല്ല. 1800കളിൽ നമ്മുടെ അവിടെ റോഡ് ടാറ് ചെയ്യാനുള്ള കാരണം, നേരത്തെ കയറ്റത്തിനെ പറ്റിയിട്ട് പലയായിട്ട് പറഞ്ഞു, റോഡ് ടാറ് ചെയ്യാനുള്ള കാരണം സൈക്കിൾ യാത്രക്കാരുടെ സമരം കൊണ്ടും സൈക്കിൾ യാത്രക്കാർക്ക് ഉപകാരപ്രദമാക്കാനും നിരപ്പായിട്ടുള്ള റോഡിന് വേണ്ടിയിട്ടാണ് റോഡ് ടാർ ചെയ്തത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ടീച്ചർ, ഹസീന അഷ്റഫ്, ബാങ്ക് ക്ലസ്റ്റർ ഹെഡ് തോമസ് അലക്സ്, ബ്രാഞ്ച് മാനേജർ KS വിനോദ്,
എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ ഭോപ്പാലിൽ വെച്ച് നടക്കുന്ന തെക്കുപടിഞ്ഞാറൻ മേഖല കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പങ്കെടുക്കുന്ന സാനിയ, സ്മൃതി, MG യൂണിവേഴ്സിറ്റിയിലെ ജന്നത്തുൽ ഷെറിൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിമൻസ് കരാട്ടെ കോച്ച്, കടവലൂർ കിന്നോജി റിയു ഇന്ത്യ അക്കാദമിയിലെ സെൻസൈ ജിസ്മ എന്നിവരെ ആദരിച്ചു. ചടങ്ങിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലിം സ്വാഗതവും സെക്രട്ടറി KR രേഖ നന്ദിയും പറഞ്ഞു. വിവിധ വാർഡ് മെമ്പർമാരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. പുന്നേർകുളം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കായി കട്ടിൽ വിതരണം ചെയ്തു. അണ്ടത്തോട് EP മാമു കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KH ആബിദ്, ഷിനോദ്, സുഭാഷ്, ബുഷ്ര സുബൈർ, ശോഭ പ്രേമൻ, സെലീന തുടങ്ങിയവർ സംസാരിച്ചു. 45 ഗുണഭോക്താക്കൾക്ക് കട്ടിലുകൾ കൈമാറി. വാർഡ് മെമ്പർ സെമീറ സക്കറിയ സ്വാഗതവും ICDS സൂപ്പർവൈസർ രമ്യ നന്ദിയും പറഞ്ഞു. ദേശീയ യോഗാ താരവും വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ അർജുനന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തൃശൂർ ജില്ല നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. സാമൂഹ്യമായ ഉത്തരവാദിത്തം, നമ്മളെല്ലാവരും സാമൂഹ്യ ജീവിയാണ്. നമ്മളെല്ലാവരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. എൻ്റെ മതം ശ്രേഷ്ഠം, എൻ്റെ ജാതി ശ്രേഷ്ഠം, ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ തറവാട്, അങ്ങനെയൊക്കെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതല്ല, നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമാണ്. നാം സാമൂഹ്യ ജീവിയാണ്. എല്ലാറ്റിനും നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ സ്വകാര്യത, അതിൻ്റെ അപ്പുറത്തുള്ള വിശാലമായൊരു കാഴ്ചപ്പാടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വഴിയൊരുക്കുന്നത് എന്ന് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒന്നാണ് നാം ഈ കായിക താരങ്ങൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കായിക മത്സരത്തിൽ വിജയികളായ ഭവനരഹിതരായ കായിക പ്രതിഭകൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. തൃശൂർ ജില്ലാ NSS തണൽ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന 8ാമത്തെ വീടാണിത്. വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിലാണ് 9 ലക്ഷം രൂപ ചെലവഴിച്ച് 550 സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിച്ചു നൽകുന്നത്. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ നിതിൻ, കൗൺസിലർ KV സതീഷ്, NSS ജില്ലാ കോർഡിനേറ്റർ MV പ്രതീഷ്, സ്കൂൾ പ്രിൻസിപ്പാൾ സുനിത ജോൺ, KK മജീദ്, M ബിജീഷ്, ER രേഖ, CU പുഷ്പരാജൻ, PP പിങ്കി തുടങ്ങിയവർ സംസാരിച്ചു. ആൽത്തറ ടൗൺ മസ്ജിദിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും വിസ്ഡം മദ്രസ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു. അസർ നമസ്കാരത്തിന് ശേഷം ആൽത്തറ ടൗൺ മസ്ജിദിൽ നടത്തിയ ചടങ്ങിൽ ശിഹാബ് എടക്കര പരലോക കോടതി എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. മസ്ജിദ് ഇമാം അബ്ദുൾ വാഹിദ് ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ് സംഘടിപ്പിച്ച മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും മൊമന്റോ വിതരണവും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് KM ജമാലുദ്ദീൻ നിർവഹിച്ചു. ടൗൺ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ മജീദ് സലഫി പട്ടാമ്പി, ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് PM ബാദുഷ, അബ്ദുൾ ലത്തീഫ് പുന്നേർകുളം തുടങ്ങി മസ്ജിദ് ഭാരവാഹികളും വിസ്ഡം ആൽത്തറ ശാഖ ഭാരവാഹികളും പോഷക സംഘടനാ ഭാരവാഹികളും നേതൃത്വം നൽകി. സമസ്ത പൊതുപരീക്ഷയിൽ ആദൂർ തർബിയത്തുൽ ഇസ്ലാം മദ്രസയിൽ നിന്നും 10ാം ക്ലാസ്സിൽ നിന്നും റേഞ്ച് തലത്തിൽ ഉന്നത വിജയം നേടിയ നജുവ ഫാത്തിമയെയും 5ാം ക്ലാസ്സിൽ നിന്നും ഉന്നത വിജയം നേടിയ നസീഹിനെയും മാനേജ്മെന്റിന്റെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ആദരിച്ചു. മഹല്ല് ഖത്തീബ് ഹാഫിൽ ഇബ്രാഹിം ഫൈസി, മഹല്ല് സെക്രട്ടറി MP റഫീഖ് തങ്ങൾ, വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് ടിക്ടാക്, മഹൽ കമ്മിറ്റി അംഗം മുഹമ്മദ് കുട്ടി കല്ലിങ്ങലാകത്ത്, ഉസ്താദുമാരായ കുഞ്ഞുമോൻ മുസ്ലിയാർ, അഷ്റഫ് മുസ്ലിയാർ, ഷെഫീഖ് ഫൈസാനി തുടങ്ങിയവർ പങ്കെടുത്തു. ആദൂർ പാപ്പാളി അബ്ദുൾ ഹക്കീം ഭാഗവിയുടെ മക്കളാണ് ഇരുവരും. സങ്കീർണമായ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി നടത്തിയതിന് കുന്നംകുളം യൂണിറ്റി ഹാർട്ട് കെയറിന്റെ ചീഫ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ PC അഖിലിന് ആദരം. ലോകത്തിലെ മുൻനിര കൊറോണറി ചികിത്സാ കേന്ദ്രങ്ങളിലൊന്നായ ജപ്പാനിലെ കാർഡിയോ വാസ്കുലാർ സെന്ററിൽ കഴിഞ്ഞ ദിവസം നടന്ന സ്പെഷ്യലൈസ്ഡ് ഒബർവർഷിപ്പിൽ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്ത് തിരിച്ചെത്തിയതിനെ തുടർന്നായിരുന്നു യൂണിറ്റി ആശുപത്രിയിൽ ആദരമൊരുക്കിയത്. ഡോക്ടർ PC അഖിലിന്റെ നേതൃത്വത്തിൽ യൂണിറ്റി ഹാർട്ട് കെയറിൽ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി നടത്തിയതിന് ദേശീയ തലത്തിലും അംഗീകാരം ലഭിച്ചിരുന്നു. സംസ്ഥാനത്തോ ദേശീയ തലത്തിലോ ഇത്തരത്തിലുള്ള ആൻജിയോപ്ലാസ്റ്റി അപൂർവമാണ്.
ഇതിന് ദേശീയ തലത്തിൽ മികച്ച 6-1 തെരഞ്ഞെടുത്തിരുന്നു. ദുബായിൽ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന അന്തർദേശീയ കാർഡിയോളജി ഉച്ചകോടിയിൽ ഡോക്ടർ അഖിൽ ഇത് സംബന്ധിച്ച് പ്രസന്റേഷൻ നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ലോകത്തിലെ മുൻനിര ഒസാക്ക കൊറോണറി ചികിത്സാ കേന്ദ്രങ്ങളിലൊന്നായ ജപ്പാനിലെ കാർഡിയോവാസ്കുലർ സെന്ററിൽ പ്രത്യേക ക്ഷണിതാവായി ഡോക്ടർ അഖിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയതിനെ തുടർന്നായിരുന്നു യൂണിറ്റി ആശുപത്രിയിൽ ആദരമൊരുക്കിയത്. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ പി കെ വിജയകുമാർ IRS പൂച്ചെണ്ട് നൽകി പൊന്നാടയണിയിച്ചു. സർജൻ ഡോക്ടർ സുന്ദരേഷ് കുമാർ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോഷി തോമസ്, മുതിർന്ന ഡെന്റൽ സർജൻ ഡോക്ടർ സുശാന്ത്, യൂണിറ്റി ആശുപത്രി ജനറൽ മാനേജർ സുമേഷ് പി നായർ, പൾസ് കാർഡിയാക് മാനേജർ ബിബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ജപ്പാനിലെ കാർഡിയോവാസ്കുലർ സെന്ററിൽ പങ്കെടുത്ത അനുഭവങ്ങൾ ഡോക്ടർ അഖിൽ പങ്കുവച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് ആചരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്വപ്ന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് OV ഷനോജ് അധ്യക്ഷനായി. ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപിക ശ്രീജ, MPTA പ്രസിഡന്റ് ശരണ്യ, സ്റ്റാഫ് സെക്രട്ടറി ജീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ വൈവിധ്യമാർന്ന പരിപാടികളും അവതരിപ്പിച്ചു. ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസിൽ ബയ്യത്തിന്റെ നിബന്ധന എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിലേക്ക് ഔപചാരിക പ്രവേശനത്തിനുള്ള അനുസരണ പ്രതിജ്ഞയായ ബയ്യത്തിന്റെ നിബന്ധന എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയ്ക്ക് ഗുലാം അഹമ്മദ് നേതൃത്വം നൽകി. വിശുദ്ധ ഖുർആനിലെ കൽപ്പനകളെ ക്രോഡീകരിച്ചുകൊണ്ട് നിർമ്മിച്ച 10 നിബന്ധനകളിലെ 3, 4, 5 നിബന്ധനകളെ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ച നടത്തിയത്. ആളൂർ അഹമ്മദിയ മിഷണറിയായ ഗുലാം അഹമ്മദിന്റെ നേതൃത്വത്തിൽ തൻവീർ അഹമ്മദിന്റെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, വയോജന സംഘടനാ പ്രസിഡന്റ് അബ്ബാസ്, യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ് എന്നിവർ ചർച്ചാ പാനൽ അംഗങ്ങളായി പങ്കെടുത്തു. അണ്ടത്തോട് GMLP സ്കൂളിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. നോമ്പുതുറയ്ക്ക് മുന്നോടിയായി നടന്ന സംഗമം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KH ആബിദ്, ഷിനോദ്, PTA പ്രസിഡന്റ് താഹിർ പെർഫെക്റ്റ്, സാബിദ ടീച്ചർ, PS അലി, അബ്ദുസമദ്, ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു. PTA, MPTA, SMC, SSG കമ്മിറ്റി അംഗങ്ങൾ ഇഫ്താറിന് നേതൃത്വം നൽകി. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും BA ഹ്യൂമാൻ റിസോഴ്സ് മാനേജ്മെന്റിൽ NA അർഷാനയ്ക്ക് റാങ്ക് നേട്ടം. 9ാം റാങ്കാണ് അർഷാന നേടിയത്. കരിക്കാട് നെല്ലിപ്പറമ്പിൽ അഷ്റഫ് റംല ദമ്പതികളുടെ മകളാണ്. തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീ ശങ്കരാചാര്യയുടെ കുന്നംകുളം ബ്രാഞ്ചിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 250-ലധികം പേർ പങ്കെടുത്തു. നഗരസഭാ സെക്രട്ടറി KK മനോജ് ഉദ്ഘാടനം ചെയ്തു. സെന്റർ മാനേജർ C റാഷിദ് ബ്ലാത്തൂർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ മിനി മോൺസി, ഓഫീസ് സ്റ്റാഫ് സാന്ദ്ര, പ്രിൻസിപ്പൽ സലാം, പ്രധാനാധ്യാപിക നീതു തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കമ്പ്യൂട്ടർ സെന്റർ എന്ന നിലയിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച സ്ഥാപനമാണ് ശ്രീ ശങ്കരാചാര്യ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,870 രൂപ, പവന് 1,18,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ചരമം. കുന്നംകുളം ചൊവ്വന്നൂർ സേതു നഗറിൽ താമസിക്കുന്ന പരേതനായ തെക്കേക്കര ഉക്രു മകൻ ഗീവർ നിര്യാതനായി. 70 വയസ്സായിരുന്നു. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് അധ്യാപകനാണ് പരേതൻ. സംസ്കാരം കുന്നംകുളം മാർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. മിനി ഭാര്യയും വിന്നി ഗീവർ മകനുമാണ്. തമ്പുരാൻപടി കഴുങ്കമ്പള്ളി രാമൻ നമ്പിടി ഭാര്യ വാക്കാട്ട് രാധാമണി മാണ്ടാൾ നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതനായ വേണു, ലീല, പരേതനായ രാമചന്ദ്രൻ, സോമൻ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളം മണ്ഡലത്തിൽ ട്വിസ്റ്റ്. UDF-നായി CMP മത്സരിക്കുമെന്ന് സൂചന. തിരുവനന്തപുരം സെൻട്രലിന് പുറമെ കഴിഞ്ഞ തവണ മത്സരിച്ച നെന്മാറയ്ക്ക് പകരം കുന്നംകുളം കൂടി CMP നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് വിവരം. ഇതോടെ മണ്ഡലത്തിൽ UDF-നായി ഒരിക്കൽ കൂടി CMP രംഗത്തിറങ്ങിയേക്കും.
പാചകവാതക ക്ഷാമം പ്രതിസന്ധിയിലായി ഹോട്ടലുകൾ. സാധാരണക്കാരുടെ ആശ്രയമായ സുഭിക്ഷ ഹോട്ടലിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. തുച്ഛമായ തുകയ്ക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി സർക്കാർ ആരംഭിച്ച സുഭിക്ഷ ജനകീയ ഹോട്ടലുകൾ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഗുരുവായൂർ മമ്മിയൂരിൽ ടിപ്പർ ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ചൊവ്വല്ലൂർ കുറുവങ്ങാട്ടിൽ അമർനാഥിനാണ് പരിക്കേറ്റത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് ലോറിയിലുണ്ടായിരുന്ന കോൺക്രീറ്റ് മിക്സ് വീണത്. ഈ സമയം കാറിനുള്ളിൽ ആളില്ലാതിരുന്നത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.